വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികൾക്ക് നാം വേണ്ടതായ ആദരവുകളെ നൽകിയിട്ടുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണ്. നമുക്കറിയാം, നമ്മളൊക്കെ എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ടുകൊണ്ടോ മറ്റോ നമുക്ക് പരിക്ക് പറ്റുകയോ നമ്മൾ മരണപ്പെടുകയോ ചെയ്താൽ നമുക്ക് കിട്ടുന്നൊരു ആദരവുണ്ട്. നമ്മുടെ കൂടെ ജീവിക്കുന്നവരാകട്ടെ മറ്റുള്ളവരാകട്ടെ നമ്മെ പരിഗണിക്കുകയും നമുക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകുകയും ഇനി വേണമെങ്കിൽ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ കൊല്ലപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പരിഗണനയും നൽകപ്പെടുന്ന ഒരു വർഗമാണ് നമ്മുടെ മനുഷ്യ സമുദായം എന്ന് പറയുന്നത്. എന്നാൽ മറ്റുള്ള ജീവികളെ അപേക്ഷിച്ചൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മറ്റുള്ള ജീവികൾക്ക് വേണ്ടതായ പരിഗണന ലഭിക്കണമെന്നില്ല. നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് വല്ല ജീവിയും വണ്ടി തട്ടിയോ മറ്റോ ചത്തു കിടക്കുന്നുണ്ടെങ്കിൽ വേണ്ടതായ ഒരു പരിഗണനയും അതിന് നൽകപ്പെടൂല. ചിലപ്പോൾ ചില ദയനീയമായിട്ടുള്ള കാഴ്ചയുടെ നോട്ടത്തിലൂടെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവരതിനെ റോഡിൽ നിന്നും ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുകയോ ചിലർ അതിനെ കുഴിച്ചുമുടുകയോ ചെയ്യുമെന്നല്ലാതെ വേണ്ടതായ പരിഗണന നൽകപ്പെടാത്ത ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ മനുഷ്യ സമുദായം എല്ലായ്പ്പോഴും ആദരവ് ലഭിക്കപ്പെടുന്നവരാണ്, അവരെ മാനിക്കപ്പെടുന്നതാണ്. അതാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഷഫീഉനാ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു മജ്ലിസിൽ ഇരിക്കുന്ന സമയത്ത് നബി തങ്ങളുടെ അരികിലൂടെ ഒരു ജനാസ കൊണ്ടുപോകപ്പെട്ടു, ഒരു മയ്യത്തിനെ കൊണ്ടുപോകപ്പെട്ടു. ആ മയ്യത്ത് ഒരു അമുസ്ലിമിൻ്റെ മയ്യത്താണെന്ന് അറിഞ്ഞിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്ത് തൻ്റെ സവിധത്തിലൂടെ കൊണ്ടുപോയ സമയത്ത് നബി തങ്ങൾ എഴുന്നേറ്റ് നിന്നു അത്രേ. അപ്പോൾ സ്വഹാബകൾ ചോദിച്ചു, റസൂലേ, അത് മുസ്ലിമിൻ്റേതല്ല എന്നുള്ളൊരു പരാമർശം നടത്തിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അതൊരു മനുഷ്യൻ്റേതല്ലേ എന്നുള്ള പരാമർശം. മനുഷ്യന്മാരെ ആദരിക്കാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാ സ്വന്തം അയൽവാസി പോലും അമുസ്ലിമാണെങ്കിൽ അതിനെ അമുസ്ലിം എന്ന രൂപത്തിൽ ഒരിക്കലും നെവർ മൈൻഡാക്കാൻ പാടില്ല. അമുസ്ലിമാണെങ്കിൽ പോലും കാഫിറാണെങ്കിൽ പോലും അവനെ പരിഗണിക്കണം. അക്രിം ജാറക വലൗകാന കാഫിറ, കാഫിറാണെങ്കിൽ പോലും അവനെ ആദരിക്കണമെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ കൽപ്പന എങ്ങനെയാണ്? മനുഷ്യ സമുദായത്തിന് അള്ളാഹ് അത്രത്തോളം ആദരവ് നൽകിയിട്ടുണ്ട്. ആ ആദരവ് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ ചരിത്രം പറയപ്പെടാറുണ്ട്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രവുമായിട്ട്, ആദം നബിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കുകൾ പറയുന്ന ഒരു വചനമുണ്ട്, അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അല്ലാഹുവേ, ഭൂമിയിൽ അക്രമം നടത്തി രക്തപാതം ചെയ്യുന്ന ആളുകളെ തന്നെയാണ് നീ നിർമ്മിക്കാൻ, നീ രൂപം കൊടുക്കാൻ വിചാരിക്കുന്നത്? അങ്ങനെയുള്ള ഒരു പുതിയൊരു സമുദായത്തിന്, മനുഷ്യ സമുദായം എന്ന് പറയുന്ന ഒരു സൃഷ്ടിപ്പിന് നീ രൂപം കൊടുക്കണമോ തമ്പുരാനെ എന്നും അവർ പറയുന്നുണ്ട്. ഇത് പറയാനുള്ള കാരണം മലക്കുകൾ മുമ്പ് ഒരു സൃഷ്ടിവർഗത്തെ കണ്ടിരുന്നുവത്രേ എന്നാണ്. ആ സമുദായക്കാരെ സംബന്ധിച്ച് തഫ്സീറിൻ മുഫസ്സിരീങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊരു ജിന്നുവർഗമായിരുന്നു. ജിന്നുവർഗം മനുഷ്യ സമുദായത്തിന് മുമ്പ് അള്ളാഹ് അവരെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു തരം ജിന്നുവർഗമായിരുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ആദമിന് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന ജിന്നുകൾ അവർ പരസ്പരം രക്തപാതവും അക്രമവും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് മലക്കുകൾ ഇപ്രകാരം ഒരു പരാമർശം അള്ളാഹുവിനോട് നടത്തിയത്. എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നത്. മനുഷ്യ സമുദായത്തിന് മുമ്പ് ജിന്ന് വർഗം ഉണ്ടായിരുന്നു, അവരാണ് പരസ്പരം പോരടിച്ച് കലഹിച്ചുകൊണ്ട് ഇവിടെ ഫിത്ന ഫസാദ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖുർത്തുബി റഹിമഹുല്ലയും ഇപ്രകാരം പറയുന്നുണ്ട്, ആദം നബിക്ക് മുമ്പ് ഭൂമിയിൽ താമസിച്ച ജിന്നുകളുടെ പ്രവർത്തനത്തെ കണ്ടതിനാലാണ് മലക്കുകൾ ഇപ്രകാരം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യ സമുദായത്തിന് മുമ്പ് ഇവിടെ ഒരു മനുഷ്യ സമുദായം പോലത്തെ ഒരു വർഗം ഉണ്ടായിട്ടില്ല, മറിച്ച് അവർ ജിന്ന് വർഗമായിരുന്നു. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നുണ്ട്, വഖലഖൽ ജാന മിൻ മാരിജിൻ മിൻ നാർ, ജിന്നിനെ തീയിൽ നിന്നും, തീയിൻ്റെ ഒരു ഇനത്തിൽ നിന്നും, ശിഖയിൽ നിന്നും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിന്ന് വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഖൽഖ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവരൊരു മൃഗങ്ങൾ അല്ല എന്നാണ്. അതായത് നമ്മളിങ്ങനെ പല തഫ്സീറിൽ ഇങ്ങനെ കാണാൻ പറ്റുമ്പോൾ ഒരു തരം മൃഗങ്ങളായിരുന്നു എന്നൊക്കെ. അതൊരു മൃഗമല്ല. അവർക്ക് ജിന്ന് വർഗം എന്ന് പറയുമ്പോൾ ബുദ്ധിയും അവർക്ക് ഇച്ഛാശക്തിയും ഒക്കെ ഉള്ള സൃഷ്ടികളാണ്, മനുഷ്യരെ പോലെ തന്നെയുള്ള സൃഷ്ടികളാണ്. അങ്ങനെയുള്ളൊരു സമുദായത്തെ ആദം നബിക്ക് മുമ്പ് അള്ളാഹ് സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ ആ സമുദായം പരസ്പരം പോരടിച്ച് ഫിത്ന നടത്തി അങ്ങനെ രക്തച്ചൊരിച്ചിൽ നടത്തിയത് കണ്ടപ്പോഴാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലത്തെ ഒരു സൃഷ്ടിപ്പിനെ ഞാൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് അള്ളാഹ് മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ വളരെ സങ്കടത്തിൽ അല്ലെങ്കിൽ വളരെ ആശങ്കയിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. വിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നിനെയും മനുഷ്യനെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ,
ഇൻസ്. വിശുദ്ധ ഖുർആനിൽ മനുഷ്യനെയും ജിന്നിനെയും ചേർത്തി പറയുന്ന സ്ഥലത്തൊക്കെ ജിന്ന് വർഗത്തെയാണ് ആദ്യമായിട്ട് മുന്തിച്ചത് എന്ന് മുഫസ്സിരീങ്ങളൊക്കെ ഇതിനെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയുന്നത് ജിന്ന് വർഗത്തെയാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. ഇമാം നവവി തങ്ങൾ പറയുന്നത് ജിന്നുകൾക്കും ബാധ്യതയുണ്ട് എന്നാണ്. ജിന്നുകളും മുക്കല്ലഫീങ്ങളായ ആളുകളാണ്. അവർക്ക് നിർദ്ദേശങ്ങളുണ്ട്, അവർ മഅ്മൂനീങ്ങളായിട്ടുള്ള അവർക്ക് കൽപ്പന ലഭിക്കപ്പെടുന്നുണ്ട്. അവർ നിരോധനങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. അവർ നിരോധനങ്ങൾ അവർക്കുമുണ്ട്. അവരിൽ വിശ്വാസികളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, അവരിൽ തന്നെ കാഫിരിങ്ങളുമൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ആദം നബിക്ക് മുമ്പ് ഭൂമിയിൽ തന്നെ തക്ലീഫുള്ളവരായിട്ടുള്ള ജിന്ന് വർഗത്തിൽപ്പെടുന്ന ഒരു പ്രത്യേകതരം ജീവികൾ ഇവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജീവിച്ചിരുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറയുന്നുണ്ട്, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ വൽജാന്ന ഖലഖ്നാഹു മിൻ ഖബ്ലു മിൻ നാരി സമൂം എന്ന് പറയുന്നുണ്ട്. നാം ആദമിനെ, അതായത് മനുഷ്യനെ ഉണങ്ങിയ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഉണങ്ങിയ ഒരു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതിന് മുമ്പ് ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ജിന്നിനെ നാം സൃഷ്ടിച്ചത് ചൂടിൽ നിന്നാണ്. മിന്നാരിൻ സമം, ചൂടുള്ള ഒരു തരം തീയിൻ്റെ ചൂടിൽ നിന്നാണ് എന്ന്, തീയുള്ള അല്ലെങ്കിൽ ചൂടുള്ള ഒരു രൂപത്തിൽ നിന്നാണ്, തീയിൽ നിന്നാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഇവിടെ മിൻ ഖബ്ലു എന്നതുകൊണ്ട് പരാമർശിക്കുന്നത് ജിന്നുകൾ മനുഷ്യരെക്കാൾ മുമ്പ് സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മുഫസ്സിരീങ്ങളൊക്കെ ഇതിന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇത് തന്നെയാണ് വൽ ജാൻ ഖുലിക ഖബ്ല ആദം ബിനസ്ൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് വ്യക്തമായ നസ്സുണ്ട്. ജിന്നുകളാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ഖുർത്തുബി റഹിമഹുല്ലാഹ് തന്നെ പറയുന്നുണ്ട്, ഈ ആയത്ത് ജിന്നുകളുടെ സൃഷ്ടി ആദമിന് മുമ്പാണെന്ന് തെളിയിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. എനിക്ക് പറഞ്ഞു വരുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരു സമുദായത്തെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രക്തച്ചൊലിച്ചിലൊക്കെ നടത്തി, അതുമൂലം അവരുടെ ആദരവ് നഷ്ടപ്പെട്ടു. പക്ഷേ വലഖദ് കറംനാ ബനി ആദം സന്തതികൾക്ക് വളരെ കൃത്യമായ രൂപത്തിൽ നാം ആദരവിന് നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം അമ്പിയാക്കളൊക്കെ മനുഷ്യന്മാരാണ്. അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ പ്രധാനപ്പെട്ട എണ്ണപ്പെടുന്ന ആളുകളൊക്കെ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. സുലൈമാൻ നബി എന്ന് പറയുന്ന മനുഷ്യരായിട്ടുള്ള പ്രവാചകനാണ്. ജിന്നുകളെയും അതുപോലെ തന്നെ മറ്റുള്ള സൃഷ്ടികളെയും ഒക്കെ അന്നത്തെ കാലത്ത് നിയന്ത്രിച്ചതൊക്കെ. അങ്ങനെ മനുഷ്യന് വേണ്ട എല്ലാവിധ നിയന്ത്രണങ്ങൾക്കുള്ള ഒരു ആദരവ്, ആ ഒരു ആദരവുള്ള ഒരു സ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ കൊടുത്തു. ഇങ്ങനെ മനുഷ്യൻ്റെ ആദരവിനെ അള്ളാഹ് വളരെ വ്യക്തമായിട്ട് ഈ ആയത്തിൻ്റെ ഒരു പൂർണ്ണ അർത്ഥം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വർസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല എന്ന് പറയുന്നുണ്ട്. കരയിലും കടലിലും ഒക്കെ യാത്ര ചെയ്യാനുള്ള ഒരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. പലതരം വിഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. പല സൃഷ്ടികളിലേക്കും അവർക്ക് നൽകപ്പെട്ട എല്ലാവിധ മേന്മയേക്കാളും വളരെ മികവുറ്റ മേന്മ മനുഷ്യർക്ക് അള്ളാഹ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം ചിരിക്കുന്ന മൃഗം അല്ലെങ്കിൽ ചിന്തിക്കുന്ന മൃഗം എന്നൊക്കെ പറയപ്പെടുന്ന ഒരു തരത്തിലേക്ക് മനുഷ്യൻ്റെ ബുദ്ധി, മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, പഴയ കാലത്ത് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാക്കപ്പക്ഷി എങ്ങനെയാണ് ജീവിച്ചത് അതേപോലെ തന്നെ ഇന്നും കാക്കപ്പക്ഷി ജീവിക്കുന്നത്. അതിനൊരു വെറൈറ്റി, ഒരു കൂട്, ഒരു മരത്തിൻ്റെ കൂടിൽ നിന്ന് അല്ലെങ്കിൽ കൊള്ളി വിറക് കൊണ്ടുണ്ടാക്കിയ കൂടിൽ നിന്നും ഒരു മാറ്റവും അതിന് അപ്ഡേറ്റ് വന്നിട്ടില്ല. ഒന്ന് ചിന്തിച്ചാൽ മതി. മനുഷ്യ സമുദായം അന്നുള്ള രൂപത്തിൽ നിന്നല്ല ഇന്ന് ജീവിക്കുന്നത്. മനുഷ്യന് അള്ളാഹ് വളരെ ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ബുദ്ധി, അതേപോലെ തന്നെ അറിവ്, വളരെ നല്ല രൂപം, സുന്ദരമായ രൂപം, ഇതൊക്കെ നൽകിക്കൊണ്ട് അള്ളാഹ് ആദരിച്ചു എന്ന് ഇബ്നു കസീർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കറമഹും ബിൽ അഖ്ലി വൽ ഇൽമി വസ്സൂറത്തിൽ ഹസന എന്ന് പറയുന്നുണ്ട്. വളരെ നല്ല രൂപമാണ് മനുഷ്യനുള്ളത്. മനുഷ്യൻ്റെ ഈ രൂപത്തിൽ നമുക്കറിയാം മനുഷ്യൻ്റെ സൗന്ദര്യത്തെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ആദരവ് നമ്മൾ വളരെ ഒന്ന് ആഴത്തിലൊന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ ഖുർത്തുബി തങ്ങൾ പറയുന്നത് മറ്റു ജീവികളെക്കാൾ മനുഷ്യന് മേന്മയുണ്ടത് അത് ബുദ്ധിയിലും അതുപോലെ തന്നെ തിരിച്ചറിവിലുമാണ്. തിരിച്ചറിയാനുള്ളൊരു ശേഷി ബുദ്ധിയിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ള ഫضل കിടക്കുന്നത്. ഒരു തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്നും ശരി കാണുമ്പോൾ ശരിയാണെന്നും തെറ്റിനെയും ശരിയെയും വേർതിരിച്ചറിയാനുള്ളൊരു കഴിവ്, ഈ ഒരു തമീസ്, വകതിരിവ് എന്നൊക്കെ പറയും. ഇതൊക്കെ മനുഷ്യ സമുദായത്തിനാണുള്ളത്, ബാക്കിയുള്ളൊരു സമുദായത്തിനുമില്ല. ഇപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അത് ശരിയും തെറ്റൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ്, അതുപോലെ തന്നെ അറിവ് സമ്പാദിക്കാനുള്ളൊരു കഴിവ്. നമുക്കറിയാം അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അല്ലാഹു ആദം നബിക്ക് ഇത്തരത്തിലുള്ളൊരു ഇൽമു പഠിക്കാനും ആ പഠിച്ചത് വികസിപ്പിക്കാനും പഠിച്ചതനുസരിച്ച് സ്വയം വികസിക്കാനുമുള്ളൊരു കഴിവ് അള്ളാഹ് കൊടുത്തു. അത് ആദ്യമായിട്ട് അള്ളാഹ് ആദം നബിക്ക് കൊടുത്തൊരു ആദരവാണ്, പഠിക്കാനും പഠിപ്പിക്കാനുള്ള കഴിവ് കൊടുത്തു എന്നുള്ളത്. അതുകൊണ്ട് ഈ അധ്യാപനം എന്നൊക്കെ പറയുന്നത് അള്ളാഹ് അത്രക്കും ആദരിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് ആദം നബിയുടെ സൃഷ്ടിപ്പിൻ്റെ ആദ്യ സമയത്ത് തന്നെ നമുക്ക് ഈ ആദം നബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും. ആദം നബിക്ക് അള്ളാഹ് ആദ്യം പഠിപ്പിച്ചു കൊടുത്തു.
അള്ളാഹ് പഠിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല സുന്ദരമായ രൂപമാണ് മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ളവരേക്കാൾ നല്ല, ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളെയും നോക്കൂ, അതിനേക്കാളും വളരെ മനോഹരമായ രൂപത്തിലാണ് അള്ളാഹ് നമുക്ക് സൃഷ്ടിപ്പ് നൽകിയിട്ടുള്ളത്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചത് എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു ഭൂമിയിലെ പ്രതിനിധി എന്ന ഖലീഫ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് ഈ മനുഷ്യവർഗത്തിന് അള്ളാഹ് നൽകിയിട്ടുള്ള ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. മനുഷ്യന് നിശ്ചിതമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്, അധികാരമുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അള്ളാഹു നിശ്ചിത ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട്, അധികാരം കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഉത്തരവാദിത്തമോ അധികാരമോ മറ്റുള്ള ജീവികൾക്ക് അള്ളാഹ് കൊടുത്തിട്ടില്ല. അത്തരത്തിൽ വളരെ മനോഹരമായ ഒരു സൃഷ്ടിപ്പാണ് മനുഷ്യർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരു ആദരവെന്ന് പറയുന്നത്, മലക്കുകൾ പോലും സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മനുഷ്യ സമുദായം എന്ന് പറയുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇത് മനുഷ്യൻ്റെ മഹത്വമാണ്, മനുഷ്യന് അത്രത്തോളം മഹത്വമുണ്ട്. മാത്രമല്ല മനുഷ്യ സമുദായത്തിൻ്റെ എല്ലായ്പ്പോഴും മേന്മകൾ മാത്രമാണുള്ളത്. അതിനെ സംബന്ധിച്ച് നമുക്ക് വ്യത്യസ്തമായ തഫ്സീറിൽ മറ്റൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. മനുഷ്യൻ അനുസരിച്ചാൽ, മനുഷ്യൻ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ മലക്കുകളെക്കാളും അഫ്ളലായ ഒരു സൃഷ്ടിയായിട്ട് മനുഷ്യൻ മാറുമെന്നാണ്. അനുസരിക്കാതിരുന്നാൽ മൃഗങ്ങളെക്കാൾ താഴെയാകുമെന്ന് ഇബ്നു റാസി തങ്ങൾ തഫ്സീർ റാസിയിൽ വളരെ വിശാലമായിട്ട് പറയുന്നുണ്ട്. ഉലൈക കൽ അൻആം ബൽ ഹും അദൽ, അവർ മൃഗങ്ങളെപ്പോലെയാണ്, അതല്ല കേട്ടോ അതിലും തെറ്റിപ്പോയ, അതിനേക്കാളും പിഴച്ചുപോയ, മൃഗങ്ങളെക്കാളും നെറികെട്ട സമുദായമാണെന്ന് വരെ വിശുദ്ധ ഖുർആൻ മനുഷ്യരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ വടക്കായാൽ, ചീത്തയായാൽ, അനുസരണക്കേടുള്ള ആളുകളായി മാറിയാൽ മൃഗങ്ങളെക്കാളും താഴ്ന്നു പോകും. എന്നാൽ മനുഷ്യർ അനുസരണ ഉള്ളവരാണെങ്കിൽ മലക്കുകളെക്കാളും മുന്തിയവരായി മാറുമെന്നും വിശുദ്ധമായിട്ടുള്ള ഖുർആൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത്, മനുഷ്യന് പ്രത്യേകമായിട്ടുള്ള ബുദ്ധി അള്ളാഹ് കൊടുത്തിട്ടുണ്ട്, അറിവ് കൊടുത്തിട്ടുണ്ട്, ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആത്മീയമായിട്ടുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു മനുഷ്യൻ നല്ല ഒരു പൊസിഷനിൽ എത്തണമെന്നില്ല. നന്മ ചെയ്താൽ ഉയർന്നമായ സ്ഥാനം കിട്ടും. എന്നാൽ തെറ്റിലായിട്ട് ബുദ്ധിയും അറിവും ഉത്തരവാദിത്വം ആത്മീയമായ കഴിവുകളൊക്കെ നൽകപ്പെട്ടിട്ട് തെറ്റിലായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദുനിയാവിൽ ഏറ്റവും താഴ്ന്ന സ്ഥാനത്ത്, എന്തിനോളം പറയണം, വരക്കത് കറംനാ ബനി ആദം എന്ന് പറഞ്ഞു കൊടുത്ത് അള്ളാഹ് കൊടുത്ത ആ ഒരു ഇക്റാം, ആ ഒരു കറാമത്ത് അള്ളാഹ് എടുത്തു മാറ്റിയിട്ട് ഒരു മൃഗങ്ങളെക്കാളും താഴെ വരുന്ന ഒരു താഴ്ന്ന ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് അള്ളാഹു വഷളാക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ സ്വഭാവത്തിൽ വളരെ ആദരിക്കപ്പെട്ടവനാണ്. പക്ഷേ അവൻ്റെ പ്രവൃത്തിയാണ് അവൻ്റെ യഥാർത്ഥമായ സ്ഥാനം നിശ്ചയിക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് ജിന്നുവർഗം, അങ്ങനെ ഒരു പ്രത്യേകതരം ജിന്നുവർഗം ഉണ്ടായിരുന്നു. ആ ജിന്നുവർഗത്തേക്കാൾ അള്ളാഹു ആദരവ് പിന്നീട് മനുഷ്യ സമുദായത്തിന് കൊടുത്തു എന്നാണ് തഫ്സീറുകളിൽ നിന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ വഴികേടിലായിക്കൊണ്ട് അള്ളാഹ്ക്ക് അനുസരണ കൊടുക്കാതെ, അള്ളാഹ്ക്ക് വഴിപ്പെടാതെ, അള്ളാഹ് പറയുന്നത് കേൾക്കാതെ അവർ ജീവിച്ചു എന്നുള്ളതാണ്. അനുസരണയുള്ള ഒരു വിഭാഗമായി മാറുമ്പോഴാണ് മഹത്വം കൂടുന്നതും അതിന് ഒരു പ്രത്യേകതരം ആദരവ് നൽകപ്പെടുന്നതും. നമ്മളൊരു ജീവിയെ, ഒരു കന്നുകാലിയെ വാങ്ങിയിട്ട് ആ കന്നുകാലി നമ്മൾ പറയുന്ന ഒരിടത്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനോട് ഒരു ബഹുമാനം എന്ന് പറയുന്നത് നമുക്കതിനോടൊരു പരിഗണന പോലും ഉണ്ടാവില്ല. നമ്മളതിനെ ചിലപ്പോൾ നമ്മൾ ക്രൂരമായിട്ട് ശിക്ഷിക്കും, ചിലപ്പോൾ അതിന് വേണ്ട യഥാർത്ഥത്തിലുള്ള ഭക്ഷണം പോലും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണമെന്നില്ല, നമുക്കതിനോട് ദേഷ്യം തോന്നും. എന്നാൽ നമ്മളൊരു മൃഗത്തെ വാങ്ങിയിട്ട് ആ മൃഗം നമ്മൾ പറയുന്ന പണിയെടുക്കുന്നു, നമ്മൾ പറഞ്ഞോടത്ത് നിൽക്കുന്നു, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് വളരെയധികം സ്നേഹം കൂടും എന്ന് പറയുന്ന പോലെയാണ് മനുഷ്യൻ്റെ ആദരവ് നിലനിൽക്കുന്നത്. നല്ലത് പ്രവർത്തിച്ചാൽ, മനുഷ്യൻ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നല്ലതിന് മൂല്യമുണ്ട്, അല്ലെങ്കിൽ ഒരു മൂല്യവും മനുഷ്യ സമുദായത്തിന് നൽകപ്പെടില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ മൂല്യം കിടക്കുന്നത് സ്വഭാവത്തിലാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ പറ്റി ആയിഷ ബി പറഞ്ഞത്, ഖുലുഖുഹു അൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. ആ ഖുർആൻ്റെ സ്വഭാവം കിട്ടിയാൽ മനുഷ്യ സമുദായം എന്നോ വളരെ മഹത്വമുള്ള വർഗമായിട്ട് മാറും. അള്ളാഹു നമ്മെ മഹത്വമുള്ളവരെ പെടുത്തി അനുഗ്രഹിക്കട്ടെ.